വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സസ്പെൻഷൻ പിൻവലിച്ച വിസിയുടെ നടപടി റദ്ദാക്കി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടിയിൽ വിസിയോട് റിപ്പോർട്ട് നൽകാനും ഗവർണറുടെ നിർദ്ദേശം. അതേസമയം നീതി തേടി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ സന്ദർശിച്ചു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ നടപടി നേരിട്ട 33 വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചത് റദ്ദാക്കാനാണ് ഗവർണറുടെ നിർദ്ദേശം. സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ടും വിസിയോട് ചാൻസലർ കൂടിയായ ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിസിയുടെ നടപടിയിൽ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു. വിസിയുടെ നടപടിയിൽ രൂക്ഷ വിമർശനവുമായി സിദ്ധാർത്ഥന്റെ കുടുംബവും രംഗത്തെത്തി. സംസ്ഥാന സർക്കാർ വഞ്ചിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞു. നീതി തേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയും ജയപ്രകാശ് കണ്ടു. രാജീവ് സാറിനെ കാണുമ്പോൾ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞാൻ കണ്ടു, അദ്ദേഹത്തിനോട് സംസാരിച്ചു. അദ്ദേഹം വളരെ രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ ഇങ്ങനെ സഹായിക്കാന്നല്ല, ഇതിൽ സഹായമല്ല ഉള്ളത്. ന്യായത്തിൻ്റെ പേരിൽ പുള്ളി എന്നെ ഇതിൽ ഈ കേസിൽ സഹകരിക്കും. അതുകൊണ്ട് വേറെ ഇത് സഹായമോ അല്ലെങ്കിൽ സൗജന്യം ഒന്നുമല്ല. അത് മനസ്സിലാക്കുക. പുള്ളി കേസിൽ സഹകരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കുടുംബത്തിന് നീതി നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ആവശ്യപ്പെട്ടു. ഇതിൽ ന്യായം വേണം. ഞങ്ങൾ ഇത് സമ്മതിക്കില്ല. ഇതിനെ ഒരു കാർപ്പറ്റിൽ അണ്ടർ സ്വീപ്പ് ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇവിടെ ന്യായം കിട്ടിയേ പറ്റൂ. ഒരു കുട്ടി സിദ്ധാർത്ഥ് പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടീൻ്റെ മുമ്പ് എത്രയോ ഫ്യൂച്ചർ ഡ്രീംസ് ആൻഡ് വിഷനുള്ള ഒരു കുട്ടീനെ, ആ കുട്ടീൻ്റെ ഒരു ട്രാജിക് ഡെത്ത്, ആ ഡെത്തിനെ നമ്മൾ CBI കൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവരുടെ ഈ ക്രിമിനൽസിനെയും ചെയ്ത ആൾക്കാരെല്ലാം ഒരു അണ്ടർ ലോ അവരെ പണിഷ് ചെയ്യുന്നത് ഒരു നമ്മുടെ റൂൾ ഓഫ് ലോന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ്. നീതി തേടി സമരത്തിനൊരുങ്ങുകയാണ് സിദ്ധാർത്ഥന്റെ കുടുംബം. ജനം, തിരുവനന്തപുരം.